ഈ മനോഹരമായ രാത്രിയിലും കർത്താവിൻ്റെ വിലയേറിയ സന്നിധാനം ചേർന്ന് വരുവാൻ ദൈവം നമുക്ക് നൽകിയ സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ഒടുവിൽ പാടിയ പാട്ടിൽ വളരെ മനോഹരമായ സത്യം ഞാൻ ഒത്തിരി ആസ്വദിക്കുവാൻ ഇടയായിട്ട് തോന്നുന്നു. നാം കർത്താവിനെ രക്ഷകനും കർത്താവുമായിട്ട് കൈക്കൊണ്ടപ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മിൽ വലിയൊരു പ്രവൃത്തി ആരംഭിക്കുവാനിടയായിട്ട് തീർന്നിട്ടുണ്ട്. ആ ദൈവഭക്തൻ പാടുന്നത്, എന്നിൽ ആരംഭിച്ച ആ പ്രവൃത്തി കർത്താവ് തികയ്ക്കും, ആ തികയ്ക്കും നാൾ വരെ വേറിട്ടുള്ളതായ സംരക്ഷണം നമുക്ക് ദൈവം തരുന്നുണ്ട് എന്നുള്ളതായ സത്യം നാം ഓർക്കുവാൻ ഇടയായിട്ട് തീർന്നല്ലോ. നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മളെക്കുറിച്ചുള്ളതായ കർത്താവിൻ്റെ ആഗ്രഹം നമ്മൾ നമ്മുടെ കർത്താവിനോട് അനുരൂപരായിട്ട് ഓരോ ദിവസവും തീരണം എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ വചനം പഠിക്കുന്നത് കൊണ്ട് അതാണ് നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നത്. നമ്മൾ നമ്മുടെ കർത്താവിനോട് അനുരൂപരായിട്ട് തീരുന്നതായ ആ വലിയ പദ്ധതിയിലേക്കുള്ളതായ യാത്രയിലാണ് നാം ഓരോരുത്തരും ആയിരിക്കുന്നത് എന്നുള്ളതായ വലിയ സത്യത്തെ തിരിച്ചറിഞ്ഞ് ഓരോ ദിവസവും ജീവിക്കുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ ദിവസങ്ങളിൽ നാം ഗിരിപ്രഭാഷണം ധ്യാനിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കർത്താവിനോട് അനുരൂപരായിട്ട് തീരത്തക്കവണ്ണം ഈ പഠനം മുഖാന്തരമായിട്ട് തീരട്ടെ. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങളിലുള്ള വളരെ പ്രധാനപ്പെട്ടൊരു കൽപ്പനയാണ് ചില ക്ലാസ്സുകളായി നാം ധ്യാനിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. വിധിക്കരുത് എന്നുള്ളതായ കൽപ്പന വളരെ ശക്തമായി നമ്മുടെ കർത്താവ് നൽകുന്നു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വിധിക്കുന്നതിൻ്റെ ദോഷവും വളരെ വ്യക്തമായിട്ട് ആ വാക്യങ്ങളിൽ നമ്മുടെ കർത്താവ് വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുകയുണ്ടായി. അതുകൊണ്ട് ആ കൽപ്പനയോടുള്ള കൃത്യമായ അനുസരണം സൂക്ഷിക്കുവാൻ ദൈവാത്മാവ് നമുക്ക് ഓരോ ദിവസവും ദൈവ കൃപ നൽകട്ടെ. ഇനി തുടർന്നുള്ള 3 വാക്യങ്ങൾ 3, 4, 5 വാക്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ കർത്താവ് നൽകിയ ഈ പ്രധാനപ്പെട്ട കൽപ്പന ഏറ്റവും ലളിതമായി ഒരു ഉപമയിലൂടെ നമ്മുടെ കർത്താവ് വ്യക്തമാക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ആ ഉപമയും കൂടെ ചുരുക്കമായിട്ട് ഓർത്ത് ഈ പാഠം അവസാനിപ്പിക്കാം എന്നാണ് ആഗ്രഹിക്കുന്നത്. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. കണ്ണിലെ കോൽ ഓർക്കാതെ സഹോദരന്റെ കണ്ണിലെ കരട് നോക്കുന്നുണ്ട്. അല്ല, സ്വന്തം കണ്ണിൽ കോലിരിക്കെ നീ സഹോദരനോട് നിന്റെ കണ്ണിൽ നിന്ന് കരടെടുത്ത് കളയട്ടെ എന്ന് പറയുന്നത് എങ്ങനെ? കപടഭക്തിക്കാര, നിന്റെ സ്വന്തം കണ്ണിൽ നിന്ന് കോലെടുത്ത് കളയുക, പിന്നെ സഹോദരന്റെ കണ്ണിൽ നിന്ന് കരടെടുത്ത് കളയുവാൻ വെടിപ്പായി കാണും. അപ്പോൾ ഇവിടെ നമ്മുടെ കർത്താവ് വളരെ പ്രധാനപ്പെട്ട 3 സത്യങ്ങൾ ഈ വാക്യങ്ങളിൽ വ്യക്തമാക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ഞാൻ ഓരോ വാക്കുകളിൽ ആ സത്യങ്ങളൊന്ന് ഓർപ്പിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. ഒരു വലിയ മറവിയെക്കുറിച്ചാണ് 3-ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നത്. ഈ മറവിയൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകാവുന്നതായ മറവിയാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ കർത്താവ് ഈ കൽപ്പന വളരെ ശക്തമായി ആ വാക്യത്തിൽ നൽകുമ്പോൾ തന്നെ നമ്മൾ മറന്നു പോകാൻ സാധ്യതയുള്ളതായ ഒരു കാര്യം അവിടെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇതിൽ നിന്ന് എന്താ മറന്നതെന്നുള്ളത് ചോദിക്കേണ്ട ആവശ്യമില്ല, എങ്കിലും ഞാനൊന്ന് ചോദിക്കുകയാണ്. എന്ത് മറക്കുന്നു എന്നുള്ളതാണ് ഈ 3-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്. സ്വന്തം കണ്ണിലെ കോൽ ഓർക്കാത്തതായ
മറവി. അതങ്ങനെ സാധാരണ നമുക്ക് ചിന്തിക്കാൻ പ്രയാസമാണ്. സ്വന്തം കണ്ണിലെ കോല് പോയിട്ട് ഒരു കരട് കണ്ണിൽ അത് പോയാൽ അത് കരട് പോയായിരുന്നു, ഞാൻ മറന്നുപോയായിരുന്നു അത് എന്ന് സാധാരണ ആർക്കും പറയാൻ പറ്റുകയില്ല. കാരണം കണ്ണിലൊരു കരട് പോകുന്നത് പോലും നമുക്ക് വളരെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യമാണ്, ഉണ്ടാക്കേണ്ട കാര്യമാണ്. അങ്ങനെ അസ്വസ്ഥത ഉണ്ടാകുന്നില്ലെങ്കിൽ എന്തോ സാരമായ കുഴപ്പം ആ കണ്ണിനുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മുടെ കർത്താവ് ഈ ലളിതമായ ഉപമയിൽ സാധാരണ വല്ല കോലുമൊക്കെ കണ്ണിൽ ചിലപ്പോൾ കൊണ്ടുവന്ന് വരാം, പക്ഷെ കോല് കണ്ണിൽ പോവുക എന്ന് പറയുന്നത്, അത് കണ്ണിൽ ഇരിക്കുക എന്ന് പറയുന്നത് സാധാരണ പതിവുള്ളതായൊരു കാര്യമല്ല. സംഭവിക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ്. പിന്നെ എന്താ കർത്താവ് അങ്ങനെ പറയാനുള്ളതായ കാരണം? അത്രയും ഗുരുതരമായിട്ടുള്ള പ്രശ്നം നമ്മിൽ വന്നു പോകുന്നതിനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് ഈ പ്രയോഗത്തിൽ നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കും. ഞാൻ വിശദീകരിക്കുന്നില്ലെങ്കിൽ ഇപ്പോൾ മനസ്സിൽ വന്നൊരു കാര്യം പറയട്ടെ. ദൈവമക്കളായ നമ്മൾ ഏതൊക്കെ പാപങ്ങൾ ചെയ്യാതിരിക്കാം, കൊച്ചു കൊച്ചു പാപങ്ങളൊക്കെ ചെയ്യുമായിരിക്കാം, എന്നാൽ വലിയ വലിയ പാപങ്ങൾ ചെയ്യാൻ സാധ്യതയില്ലെന്നാണ് പൊതുവെ വിചാരിക്കപ്പെടുന്നത്. പക്ഷേ പ്രിയ ദൈവജനമേ, ഇവിടെ നമ്മൾ ഓർത്തിരിക്കണമെന്ന കാര്യം, ഏത് ഗുരുതരമായ പാപത്തിലും പെട്ടുപോകാനുള്ളതായ വലിയ അപകട സാധ്യത നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷ്മതയുള്ളവർ ആയിരിക്കണം. പാപത്തിൽ വീഴാതെ സൂക്ഷിക്കണമെന്ന് ഏറ്റവും ശക്തമായി നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോസ്തലനായ യോഹന്നാനാണ്. നമ്മളത് പലപ്പോഴും ഓർക്കാറുണ്ട്. യോഹന്നാൻ 5-ാം അധ്യായത്തിൻ്റെ 1 യോഹന്നാൻ 5-ൻ്റെ 18-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൽ ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. അപ്പോൾ പാപത്തിൽ വീഴാതെ വണ്ണം സൂക്ഷ്മതയോടെ ജീവിക്കാനുള്ളതായ വലിയ ഉത്തരവാദിത്വം ഉണ്ട്. അവിടെ ഞാനൊരു വാക്കൊന്ന് ചേർത്തുറപ്പിക്കുകയാണ്. യോഹന്നാൻ ലേഖനത്തിൽ മറ്റൊരു സത്യം കൂടി പറയുന്നുണ്ട്. സഹോദരൻ മരണത്തിനല്ലാത്ത പാപം ചെയ്താൽ അപേക്ഷിക്കാം. എന്നിട്ട് പറയുകയാണ്, മരണത്തിനുള്ള പാപം ചെയ്താൽ അപേക്ഷിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ നീതി ന്യായ വ്യവസ്ഥയുടെ മുമ്പിൽ മരണശിക്ഷ കിട്ടാവുന്ന പാപം പോലും ചെയ്തു പോകാനുള്ളതായ വലിയ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് സാധ്യതയുണ്ടെന്ന് ഞാൻ പറയുന്നത് അതൊന്നും സാരമില്ലെന്ന് പറയാനായിട്ടല്ല. പിന്നെയോ അത്രയും വലിയ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് നാം ഏത് പാപത്തിൻ്റെ മുമ്പിലും വളരെ സൂക്ഷ്മതയോടെ വർത്തിക്കാനുള്ളതായ വലിയ ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളതായ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കർത്താവ് ഇവിടെ ഓർപ്പിക്കുന്നതായ കാര്യം, സഹോദരൻ്റെ കണ്ണിൽ കോലിരിക്കുന്നതായ ആ സ്ഥിതിയിലേക്ക് പോലും വീണു പോകാനുള്ളതായ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നമുക്ക് ഈ മേഖലയിൽ ഏറെ സൂക്ഷ്മതയോടെ പോകാൻ സാധിക്കട്ടെ. ഞാൻ 1 യോഹന്നാൻ 5:18 പറയുമ്പോഴൊക്കെ ഒരു വലിയ കാര്യം ചേർത്ത് പറയാറുണ്ട്. ഇത് ദൈവത്തിന് ജനിച്ചവരുടെ ലക്ഷണമാണ് പാപത്തിൽ വീഴാതെ തങ്ങളെ തന്നെ സൂക്ഷിക്കുക എന്നുള്ളത്. അങ്ങനെ സൂക്ഷിക്കണമെന്നൊരു താല്പര്യം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലില്ലെങ്കിൽ നമ്മൾ വളരെ ഗൗരവതരമായൊരു സത്യം മനസ്സിലാക്കണം. നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിച്ചു കാണാനുള്ള സാധ്യത ഇല്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചവർക്കാണ് പാപത്തിൽ വീഴാതെ തന്നെത്താൻ സൂക്ഷിക്കണം എന്നുള്ള ആ വലിയ ആവശ്യബോധം ആ വ്യക്തികളെ ഭരിക്കുവാൻ ഇടയായിട്ട് തീരുന്നത്. ആ ആവശ്യബോധമില്ലെങ്കിൽ അത്യന്തം അപകടകരമായ നിലയിലാണ്. വീണ്ടും ജനനം സംഭവിച്ചു കാണാനുള്ളതായ സാധ്യതയില്ല. വീണ്ടും ജനിക്കാതെ ആരും ദൈവരാജ്യത്തിൽ കടക്കുകയില്ലല്ലോ. അപ്പം അതുകൊണ്ട് എത്രയോ ഗൗരവതരമായ സത്യം നമുക്കവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കർത്താവ് ഈ കൽപ്പന നൽകിയിട്ട് അതിൻ്റെ വിശദാംശങ്ങൾ വ്യക്തമാക്കാനുള്ള ഉപമയിൽ ഓർപ്പിക്കുകയാണ്.
നിൻ്റെ കണ്ണിൽ കോലിരിക്കെ നീ സഹോദരൻ്റെ കണ്ണിലെ കരട് നോക്കേണ്ടതില്ല, നോക്കാൻ പാടില്ല എന്നുള്ളതായ കാര്യം എത്രയോ വ്യക്തമായിട്ടാണ് ചൂണ്ടിക്കാണിക്കുന്നതായി നമ്മൾ കാണുന്നത്. അപ്പോൾ ഞാനിത് ഒന്ന് വിശദീകരിക്കാനായിട്ട് നമുക്കെല്ലാം അറിയാവുന്ന ഒരു വേദപുസ്തക ചരിത്രം പരാമർശിച്ചാൽ മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു ഉദാഹരണം, ദാവീദിൻ്റെ ചരിത്രവും പാപവും നമ്മൾ ശ്രദ്ധിച്ചാൽ ഇത് വളരെ കൃത്യമായിട്ട് അറിയാം. വായിച്ച് വിശദീകരിക്കേണ്ട എന്ന് ഞാൻ കരുതുകയാണ്. ശമൂവേലിൻ്റെ 2-ാം പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നല്ല പരിചയമുള്ള വാക്യങ്ങളാകൊണ്ട് ആ വാക്യങ്ങൾ നമ്മളിപ്പോൾ വായിക്കണം എന്ന് വിചാരിക്കുന്നില്ല. നമ്മളവിടെ വായിക്കുന്നത് നാഥാൻ പ്രവാചകൻ വന്ന് ഒരാടിൻ്റെ കഥയാണ് ദാവീദിനോട് പറയുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരാൾ വളരെ ആറ്റുനോറ്റ് വളർത്തിയ ഒരാടിനെ തനിക്ക് ഇഷ്ടം പോലെ ആടുകൾ ഉള്ളപ്പോൾ ഒരാവശ്യത്തിൻ്റെ മുമ്പിൽ ആ ആടിനെ കൊണ്ടുപോയി വിരുന്ന് വന്നയാൾക്ക് പാകപ്പെടുത്തി കൊടുത്തു എന്നുള്ളതാണ് കഥയുടെ ചുരുക്കം. അപ്പോൾ അതിൽ നമുക്കറിയാം, ആ കഥയിൽ പ്രവാചകൻ എത്രയോ ലളിതമായിട്ടാണ് ആ സത്യം വിശദീകരിക്കുന്നതായി നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വിശദീകരിച്ച് കഴിയുമ്പോൾ ദാവീദ് അതിന്മേലൊരു വിധി നടത്തുന്നുണ്ട്. ആ വിധി നമുക്കൊന്ന് വായിക്കാം. 12-ാം അധ്യായത്തിൻ്റെ 5-ഉം 6-ഉം വാക്യങ്ങളിൽ ഈ വിശദീകരണം നാഥാൻ പ്രവാചകൻ പറയുമ്പോൾ ദാവീദിൻ്റെ നീതിബോധം ഉണരുകയും ദാവീദ് ഒരു വിധി അവിടെ നടത്തുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നല്ല പരിചയം ഉണ്ടെങ്കിൽ നമുക്ക് ആ വാക്യം ഒന്ന് വായിച്ചു പോകാം. 5-ഉം 6-ഉം വാക്യങ്ങൾ. അപ്പോൾ ദാവീദിന്റെ കോപം ആ മനുഷ്യന്റെ നേരെ ഏറ്റവും തിരിച്ചു. അവൻ നാഥാനോട്, യഹോവയാവേ, ഇത് ചെയ്തവൻ മരണയോഗ്യം. അവൻ കനിവില്ലാതെ ഈ കാര്യം പ്രവർത്തിച്ചതുകൊണ്ട് ആ ആടിനെ വേണ്ടി 4 എട്ട് പാലം കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഈ കാര്യം, ഈ വിവരിച്ച കഥയിലെ കുറ്റമെന്ന് പറയുന്ന കാര്യം ഒരു ഹൃദയശൂന്യതയുടെ കുറ്റം അതിനകത്തുണ്ട്. പക്ഷേ എങ്കിലും ദാവീദ് ചെയ്ത മറച്ചു വച്ചിരിക്കുന്ന പാപവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് വളരെ ചെറിയൊരു കാര്യമായിട്ടേ ഇരിക്കുന്നുള്ളൂ. കാരണം അതൊരു കരട് പോലെ ഇരിക്കുന്നുള്ളൂ. അതൊരു ആടിനോട് ബന്ധപ്പെട്ടതായ ഒരു മൂല്യം നഷ്ടപ്പെട്ട പെരുമാറ്റം എന്ന് മാത്രമേ നമുക്കവിടെ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷെ ദാവീദിൻ്റെ കോപം ജ്വലിച്ചു. ആ മനുഷ്യൻ്റെ നേരെ ദാവീദിൻ്റെ കോപം ഏറ്റവും ജ്വലിച്ചു എന്നാണ് നാം അവിടെ വായിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, അവൻ മരണയോഗ്യനാണ്, അവൻ മരണയോഗ്യനാണ്. മാത്രമല്ല 4 ഇരട്ടി പകരം കൊടുക്കണം എന്നുള്ളതായ വിധിയും അവിടെ നമുക്ക് വളരെ കൃത്യമായി കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പരിചയമുള്ള വേദഭാഗമായതുകൊണ്ട് ഞാൻ വിശദീകരിക്കേണ്ടല്ലോ. ദാവീദിൻ്റെ കണ്ണിൽ ഈ വലിയ കോലിരിക്കെ ദാവീദ് വിവരിച്ച് കേട്ടതായ ആ കഥയിലെ വ്യക്തി ചെയ്തതായ ആ ദോഷത്തെ എത്രയോ ഗൗരവമായി കണ്ട് അതിന്മേൽ വിധി നടത്തി എന്നുള്ളത് നമുക്കിവിടെ വായിക്കാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ വളരെ സ്നേഹത്തോടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, നമ്മിൽ വളരെ ഗൗരവതരമായ പാപം ഇരിക്കുമ്പോൾ തന്നെ പാപത്തിനെതിരെയുള്ളതായ ധാർമ്മിക രോഷം നമ്മിലൊക്കെ വന്നു പോകുന്നതിന് വളരെയധികം സാധ്യതയുണ്ട്, വളരെയധികം സാധ്യതയുണ്ട്. അതുകൊണ്ട് കർത്താവ് ഈ പറഞ്ഞ ഉപമയിൽ അതെത്ര മനോഹരമായിട്ടാണ് വ്യക്തമാക്കിയിരിക്കുന്നതായി നമ്മൾ കാണുന്നത്. 7-ാമത്തെ വാക്യത്തിൽ പ്രവാചകൻ്റെ വാക്ക് എത്ര ശക്തമായ വാക്കാണ്. ആ മനുഷ്യൻ നീ തന്നെ എന്ന് പ്രവാചകൻ സധൈര്യം വ്യക്തമാക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ
ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുക. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓർപ്പിക്കട്ടെ, ദാവീദിൻ്റെ കണ്ണിൽ ആ കോലിരിക്കുമ്പോൾ തന്നെ ഈ കരടിനെതിരെയുള്ളതായ വിധിയും തൻ്റെ ധാർമ്മിക രോഷവും എത്രയോ വ്യക്തമായിട്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ സംഭവത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. നമ്മളത്ര ദാവീദിനേക്കാൾ നല്ല ആളുകളല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും വളരെ ഗുരുതരമായ ദോഷങ്ങൾ ഉണ്ടായിരിക്കെ മറ്റുള്ളവരുടെ ദോഷത്തെ വളരെ ഗൗരവമായി കണ്ടുപോകാനുള്ളതായ സാധ്യതയുണ്ട് എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് നമ്മളിവിടെ വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കണം. അതുകൊണ്ട് കർത്താവ് പറയുന്ന ആ പ്രബോധനത്തിൻ്റെ ഒടുവിലേക്ക് വരുമ്പോൾ അതിലുള്ള സന്ദേശം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു ഉദാഹരണങ്ങൾ ഞാനങ്ങ് വേദപുസ്തകത്തിൽ നിന്ന് പറയാം. അതിൻ്റെ റെഫറൻസ് മാത്രം എഴുതിയിട്ടാൽ മതി. ഉൽപ്പത്തി പുസ്തകം 38-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ യഹൂദയുടെ വളരെ ശക്തമായൊരു വിധി നമ്മൾ കാണുന്നുണ്ട്. കഥ ഞാൻ വിവരിക്കുന്നില്ല. കഥ വേണ്ടിയവർ 38-ാം അധ്യായം വീട്ടിൽ പോയി വായിച്ച് നോക്കിയാൽ മതി. അവിടെ യഹൂദയുടെ വാക്കുകൾ എത്ര രൂക്ഷമാണ്. അവളെ പുറത്തു കൊണ്ട് വരുവിൻ, അവളെ ചുട്ടുകളയണം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നതായ കാര്യം എന്തോ ഒരു കഠിനമായിട്ടാണ് യഹൂദ തൻ്റെ മരുമകളുടെ പാപത്തോട് പ്രതികരിക്കുന്നതായി നാം ഇവിടെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലം ചിലപ്പോൾ പിള്ളേർക്കെല്ലാം മനസ്സിലായി കാണില്ലായിരിക്കാം. സാവകാശം പോലെ വായിച്ചു നോക്കിയാൽ മതി എന്ന് ഓർപ്പിക്കുകയാണ്. യഹൂദയാണ് ഇതിൻ്റെ കുറ്റവാളി. അപ്പോൾ ആ കുറ്റവാളി താനായിരിക്കുമ്പോൾ തന്നെ എന്തോ ഒരു രൂക്ഷമായിട്ടാണ് ഇവിടെ പ്രതികരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ വാക്കൊക്കെ വായിക്കുമ്പോൾ ഞാൻ കേട്ടിട്ടുള്ള ചില പ്രതികരണങ്ങളും വിധികളും ഒക്കെ മനസ്സിൽ വരികയാണ്. കാരണം വളരെ ഗുരുതരമായ ദോഷങ്ങൾ തങ്ങളിൽ തന്നെ ഇരിക്കുമ്പോൾ മറ്റുള്ളവരുടെ പാപത്തോട് വളരെ കഠിനമായി ധാർമ്മിക രോഷത്തോടെ പ്രതികരിച്ചു പോകാനുള്ളതായ വലിയ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ പ്രമാണങ്ങളെ വളരെ കൃത്യമായിട്ട് അനുസരിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാധ്യത നമ്മിൽ ഉണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് വളരെ വിനയത്തോടു കൂടി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ കഴിഞ്ഞാലേ നമുക്ക് ഈ ശുദ്ധീകരണത്തിലേക്ക് വരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞാൻ തുടക്കത്തിൽ ഓർപ്പിച്ചതുപോലെ നമ്മുടെ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതായ ഉന്നതമായ ആത്മിക നിലവാരത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കണമെങ്കിൽ നമ്മുടെ കർത്താവ് തന്നിട്ടുള്ള ഈ പ്രമാണങ്ങൾ വളരെ കൃത്യമായി സൂക്ഷിച്ച് അതിനോട് അനുരൂപപ്പെട്ട് ജീവിക്കാനുള്ളതായ വലിയ ഉത്തരവാദിത്വം ഉണ്ട്. ഇവിടെ നമുക്ക് കൂടുതൽ വെളിച്ചം കിട്ടിയ ആളുകളാണ്. അപ്പം അതുകൊണ്ട് നാം ഇന്നലെ ആചരിച്ച കർത്തൃമേശയോട് ഞാനിതൊന്ന് ചേർത്ത് പറയാനായിട്ട് ശ്രമിക്കുകയാണ്. 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ 28-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ, കർത്തൃമേശയ്ക്കായിട്ടൊരു ദൈവവേദൽ ഒരുങ്ങി അതിൽ പങ്കുകൊള്ളുമ്പോൾ എന്ത് ചെയ്യണമെന്ന വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, തന്നെത്താൻ ശോധന ചെയ്യണം. പക്ഷെ ഇതൊക്കെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ സാധാരണ പറയും, കർത്തൃമേശയ്ക്കായിട്ട് വരുമ്പോൾ തന്നെത്താൻ ശോധന ചെയ്യുന്നതിനേക്കാൾ അധികം ഇതിൽ പങ്കുകൊള്ളാനായിട്ട് വന്നിട്ടുള്ള മറ്റുള്ള ആളുകളെ ശോധന ചെയ്യാനും അവർ കർത്തൃമേശയിൽ പങ്കുകൊള്ളുന്നത് ശരിയാണോ എന്നൊക്കെയുള്ളതായ ചിന്തകൾ നമ്മെ ഭരിക്കുവാനും ഇടയായിട്ട് തീർന്നിട്ടുള്ള എത്രയോ സന്ദർഭങ്ങളുണ്ട്. അത് നോക്കാൻ സഭയിൽ ചില ആളുകളെ ദൈവം ആക്കിയിട്ടുണ്ട്, അവരത് ശ്രദ്ധിക്കണം. പക്ഷേ ഒരു ആരാധനക്കാരനെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം ചിന്തിച്ചിരുന്ന് ആരാധനയുടെ ആ സന്തോഷവും മഹത്വവും ചോർത്തിക്കളയേണ്ടതായ ആവശ്യമില്ല. കാരണം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ കർത്താവിൻ്റെ മേശയിൽ നിന്ന് പങ്കുകൊള്ളുവാൻ ഇടയായിട്ട് തീരുമ്പോൾ തന്നെത്താൻ ശോധന ചെയ്ത് നമ്മുടെ കുറവുകളെ കണ്ടെത്തി പരിഹരിച്ച് ഒരുക്കത്തോടു കൂടി കർത്താവിൻ്റെ മേശയിൽ പങ്കുകൊള്ളാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ് ദൈവം
നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ ഈ ക്ലാസ്സിൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. ഇന്നലെയും നിങ്ങൾ ഈ കാര്യം ചെയ്താണല്ലോ കർത്താവിൻ്റെ മേശയിൽ പങ്കുകൊള്ളുവാൻ ഇടയായിട്ട് തീർന്നത്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഞാനിവിടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഞാനിന്ന് ഈ വചനങ്ങളിങ്ങനെ ചേർത്ത് ചിന്തിച്ചപ്പോൾ ഓർത്തു, നാം എന്തോ ഒരു ഉന്നതമായ പ്രകാശനത്തിലേക്ക് വന്ന ആളുകളാണ്. ഏത് കൊച്ചു കൊച്ചു പാപങ്ങളും, നമ്മുടെ ചിന്തയിൽ വന്ന പാപങ്ങളും കണ്ടെത്തി ശുദ്ധീകരണം പ്രാപിച്ച് വിശുദ്ധിയോടെ കർത്താവിനെ ആരാധിക്കുവാനും വിശുദ്ധിയോടെ ജീവിക്കാനുമുള്ളതായ എത്രയോ ഉന്നതമായ സാധ്യതയിലേക്കാണ് സ്വർഗത്തിലെ ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ അത്ഭുത പ്രകാശത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നത് നമുക്ക് എല്ലാ നന്ദിയോടും കൂടെ ഓർക്കാം. നാം അങ്ങനെ കണ്ണിൽ കോല് വെച്ച് ജീവിക്കേണ്ട ആളുകളല്ല. പിന്നെയോ അതെല്ലാം നീക്കിക്കളഞ്ഞ് നമ്മെ തന്നെ ശുദ്ധീകരിച്ച് വിശുദ്ധിയോടെ ജീവിക്കാനുള്ളതായ എല്ലാ സാധ്യതയിലേക്കുമാണ് സ്വർഗത്തിലെ ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇത് പ്രായോഗികമാക്കി വിജയകരമായി ജീവിച്ച് സാക്ഷ്യം വഹിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. അവിടെ യഹൂദയുടെ വാക്ക് 26-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതൊരു കുറ്റസമ്മതമാണ്. അവൾ എന്നിലും നീതിയുള്ളവൾ എന്ന് യഹൂദ ഒടുവിൽ തിരിച്ചറിയുവാൻ ഇടയായിട്ട് തീർന്നു. യഹൂദയുടെ പാപം വളരെ കൃത്യമായി പിടിക്കപ്പെട്ടു എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നു എന്നുള്ളത് കൊണ്ട്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്ന ആത്മാവാണ് എന്നുള്ളത് കൊണ്ട്, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളെയും സമയത്ത് കണ്ടെത്തി പരിഹരിക്കുവാൻ സാധിക്കുന്നതായ ഉന്നതമായ സാധ്യതയിലേക്കാണ് സ്വർഗത്തിലെ ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ സാധ്യതയെ വിജയകരമായി പ്രയോജനപ്പെടുത്തി ജീവിക്കത്തക്കവണ്ണം ദൈവാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. അപ്പോൾ ഈ മറവി നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കുന്നില്ല എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്തുവാനായിട്ട് സാധിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് 4-ാം വാക്യത്തിലേക്ക് വരാം. അവിടെ ഒരു വലിയ ശുശ്രൂഷയെക്കുറിച്ച് നമ്മുടെ കർത്താവ് വ്യക്തമാക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഉപമയായിട്ട് കർത്താവ് ഈ സത്യം ലളിതമായി വിശദീകരിക്കുമ്പോഴും ഒരു വലിയ ശുശ്രൂഷ നമുക്ക് സാധ്യമാണ് എന്നുള്ളതായ സത്യം നമ്മൾ കാണുക. 4-ാം വാക്യം വായിച്ച്. അപ്പോൾ അവിടെ ഒരു വലിയ ശുശ്രൂഷയെക്കുറിച്ച് കർത്താവ് എന്ത് മനോഹരമായിട്ടാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിലത്തെ വാക്യങ്ങളിലേക്ക് ആ വാചകങ്ങളിലേക്ക് നമുക്ക് പിന്നീട് വരാം. ആ വാക്യത്തിൻ്റെ 2-ാം ഭാഗത്ത് പറയുന്നത്, നിൻ്റെ കണ്ണിൽ നിന്ന് സ്വന്തം കണ്ണിൽ കോലിരിക്കെ നീ സഹോദരനോട് നിൽക്കൂ, നിൻ്റെ കണ്ണിൽ നിന്ന് കോലെടുത്ത് കളയട്ടെ എന്ന് പറയുന്നത് എങ്ങനെ? പക്ഷെ നമുക്കറിയാം, അപ്പോൾ നിൻ്റെ കണ്ണിൽ കോലിരിക്കെ ഇതെങ്ങനെയാണ് നീ പറയുന്നതെന്നാണ് കർത്താവ് ചോദിക്കുന്നത്. പക്ഷെ ആ കോല് മാറ്റിയാൽ നിനക്ക് ചെയ്യാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ടൊരു ശുശ്രൂഷ സഹോദരൻ്റെ കണ്ണിൽ നിന്ന് കരട് എടുത്ത് കളയാനായിട്ട് നിനക്ക് സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശ്വാസികളായ നമ്മുടെ വിശുദ്ധ ജീവിതത്തിൽ ഒരു വലിയ സത്യം ഞാനിവിടെ ഒന്ന് പരാമർശിക്കുകയാണ്. ആദ്യത്തെ വാക്യത്തിൽ നമ്മൾ ഓർത്തു, നമുക്ക് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് നമുക്ക് കൂടുതൽ വിശുദ്ധിയിലേക്ക് വരാനുള്ളതായ എല്ലാ സാധ്യതയും ഉണ്ട്. എന്നാൽ ഈ വാക്യത്തിൽ പറയുന്നത് നമുക്ക് വിശുദ്ധിയിലേക്ക് വരാം എന്നുള്ളത് മാത്രമല്ല, കൂട്ടു സഹോദരൻ്റെ
വിശുദ്ധ ജീവിതത്തിൽ ദൈവം വളരെ പ്രധാനപ്പെട്ടതായൊരു ഉത്തരവാദിത്വം നമ്മെ ഭരമേൽപ്പിച്ചിട്ടുണ്ട്. നമ്മളാരും കയ്യിൻ്റെ മനോഭാവമുള്ളവരാകാൻ പാടില്ല. കയ്യിൽ എന്താണ് ദൈവത്തോട് പറയുന്നത്? ഓർക്കുന്നുണ്ടോ? ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനോ? നമ്മളങ്ങനെ ദൈവത്തോട് പറയാൻ പാടില്ല. ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനും കൂടിയായിട്ടാണ് സ്വർഗത്തിലെ ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് വിശുദ്ധിയോടെ ജീവിക്കാൻ മാത്രമല്ല, പിന്നെയോ വിശുദ്ധ ജീവിതത്തിൽ നമ്മുടെ കൂട്ടു സഹോദരനെ ഏറ്റവും നന്നായി ശുശ്രൂഷിക്കുവാൻ സാധിക്കുന്ന മനോഹരമായൊരു ശുശ്രൂഷ ദൈവം സഭയിൽ നമ്മെ ഭരമേൽപ്പിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ വേറെ ആരുടെയും കാര്യമൊന്നും നോക്കാൻ പോകുന്നില്ല എന്നുള്ള മനോഭാവം ക്രിസ്തീയമായ മനോഭാവമല്ല. നമുക്കറിയാമല്ലോ, സഹോദരപ്രീതിയിൽ ഇത് ഉൾപ്പെടുന്നതാണ്. എബ്രായലേഖനത്തിൽ പറയുന്ന സഹോദരപ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത്. ആ വലിയ സത്യം ഞാൻ വിസ്മരിക്കുന്നില്ല. പക്ഷെ അതിഥി സൽക്കാരത്തിൽ മാത്രമല്ല, പിന്നെയോ സഹോദരൻ്റെ വിശുദ്ധ ജീവിതത്തിൽ വളരെ പ്രത്യേകമായ പങ്ക് കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും തന്നിട്ടുണ്ട്. ഞാൻ ഈ വാക്യങ്ങൾ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ തന്നെ പഴയത്തിലൊരു ഭക്തനെക്കുറിച്ച് വിശദീകരിച്ചത് നിങ്ങളുടെ ഓർമ്മയിൽ കാണുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇയ്യോബിനെ കുറിച്ച് നമ്മൾ ഓർത്തായിരുന്നു. എന്തൊരു നല്ല പിതാവ്, തൻ്റെ മക്കൾ വിശുദ്ധിയോടെ ജീവിക്കണമെന്നുള്ളതായ ആഴമേറിയ ആഗ്രഹത്തോടു കൂടി എന്തുത്സാഹത്തോടു കൂടിയാണ് ആ ലക്ഷ്യപ്രാപ്തിക്കായി ആ പിതാവ് അധ്വാനിച്ചതായിട്ട് നമ്മൾ ചിന്തിക്കാനിടയായിട്ട് തീർന്നത്. ഞാൻ ആവർത്തിക്കേണ്ടതായ ആവശ്യമില്ലല്ലോ. അവർ ഹൃദയം കൊണ്ട് പോലും പാപം ചെയ്തു പോകരുത് എന്നാഗ്രഹിച്ച് അവരെ വരുത്തി അവർക്ക് വേണ്ടി ഹോമയാഗം കഴിച്ച് അവരുടെ ശുദ്ധീകരണത്തെ ഉറപ്പിക്കുന്നു എന്നുള്ളത് എത്രയോ മനോഹരമായ മാതൃകയാണ്. അദ്ദേഹം പറഞ്ഞായിരുന്നു, എങ്കിലും ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന, ഈ വചനം കേൾക്കുന്ന മാതാപിതാക്കൾ തങ്ങളുടെ മക്കളുടെ വിശുദ്ധ ജീവിതത്തിലെങ്കിലും ഈ വലിയ ഉൾക്കാഴ്ച സൂക്ഷിക്കുവാൻ ഇടയായിട്ട് തീർന്നാൽ നമുക്ക് തലമുറകളിലേക്ക് ഈ വലിയ മൂല്യം പകർന്നു കൊടുക്കാൻ സാധിക്കും. നമ്മൾ ഈ ദിവസങ്ങളിൽ വംശാവലിയല്ലേ വായിച്ചുകൊണ്ടിരിക്കുന്നത്. വംശാവലി നൽകുന്നൊരു പൊതു സന്ദേശമുണ്ട്. കാരണം നമുക്ക് നമ്മുടെ അടുത്ത തലമുറകളോട് വലിയ ഉത്തരവാദിത്തമുണ്ട്. അടുത്ത തലമുറയെ രൂപപ്പെടുത്തിയെടുക്കേണ്ടതുപോലെ രൂപപ്പെടുത്തിയെടുക്കാനുള്ളതായ ഉത്തരവാദിത്വം മാതാപിതാക്കളിൽ ദൈവം ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു എന്നുള്ളതായ വലിയ സത്യം ഈ വംശാവലിയിലൂടെ പോകുമ്പോൾ നമ്മൾ ഓർക്കാനായിട്ട് ആവശ്യമുണ്ട്. ചില ഭക്തന്മാരുടെ ചരിത്രവും പേരുമൊക്കെ നമ്മൾ ഈ വംശാവലി വായിക്കുമ്പോൾ അവരവരുടെ പിതാക്കന്മാരുടെ ഗണത്തിൽപ്പെട്ട ആളുകളിൽ നിന്നും എത്രയോ മൂല്യങ്ങൾ പകർത്തി അവരെ പോലെ ജീവിച്ച് വംശാവലിയിൽ വേറിട്ട സ്ഥാനം പ്രാപിക്കുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട് എന്നുള്ളത് നാം വളരെ ഈ ദിവസങ്ങളിൽ വായിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന കാര്യമാണ്. അബ്രഹാമിനെ കുറിച്ച് വായിച്ചപ്പോൾ ഞാൻ ഓർത്തു, ആ അബ്രഹാമിൻ്റെയും തേരഹിൻ്റെയും കാര്യമൊക്കെ ഒരു കൊച്ചു വാക്യത്തിൽ പറഞ്ഞിട്ട് അടുത്തൊരു ചെറിയ വാക്യത്തിൽ പറയാണ്, അവനത്രേ അബ്രഹാം എന്ന് പറഞ്ഞാൽ അബ്രഹാമിനെ കുറിച്ച് പറയുമ്പോൾ ആ സത്യം എത്രയോ മനോഹരമായിട്ടാണ് അവിടെ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം എന്നെ സ്പർശിച്ചൊരു വാക്കായതുകൊണ്ട് ഞാനത് എടുത്തു പറയുകയാണ്. അബ്രഹാം തൻ്റെ അടുത്ത തലമുറയെ എന്തൊരു സൂക്ഷ്മതയോടുകൂടിയാണ് കരുതുവാനിടയായിട്ട് തീർന്നത്. എബ്രായ ലേഖനത്തിലെ വാക്യം നമ്മുടെ മനസ്സിലുണ്ടല്ലോ. ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനു വേണ്ടി കാത്തിരുന്നു. വംശാവലി വായിക്കുകയായതുകൊണ്ട് ഞാൻ ചേർത്തൊരു ദൂത് അവിടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെയും നമുക്ക് നമ്മുടെ അടുത്ത തലമുറയെ ദൈവത്തിനു വേണ്ടി ദൈവഭക്തിയിൽ വിശുദ്ധ ജീവിതത്തിൽ ആവോളം രൂപപ്പെടുത്തിക്കൊണ്ടുവരുവാനുള്ളതായ വലിയ ഉത്തരവാദിത്വം ഉണ്ട്. അതുകൊണ്ട് ആ ഉത്തരവാദിത്വം വിശ്വസ്തമായി നിർവഹിക്കുവാൻ സാധിക്കട്ടെ. അവിടെ നിൽക്കരുത്. പിന്നെയോ നമ്മുടെ സാഹോദര്യ ബന്ധത്തിൽ
നമുക്ക് ദൈവം തന്നിട്ടുള്ള വലിയ ഉത്തരവാദിത്വമാണ്. നമ്മുടെ കൂട്ടു സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും ജീവിതത്തിലുള്ളതായ കരടുകളും ഒക്കെ നമുക്ക് മനസ്സിലാകാനിടയായിട്ട് തീർന്നാൽ സ്നേഹത്തോടു കൂടി അത് ഓർമ്മപ്പെടുത്തി അവരെ ശുദ്ധീകരണത്തിലേക്ക് നയിക്കുക എന്നുള്ളത് എത്രയോ പ്രധാനപ്പെട്ട ശുശ്രൂഷയായിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ ആ ബന്ധത്തിൽ 1-2 വാക്യങ്ങൾ നമുക്ക് പരിചയമുള്ളത് ഒന്ന് ചേർത്ത് പറയാം എന്ന് ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ നമ്മൾ അക്ഷരാർത്ഥത്തിൽ പ്രായോഗികമാക്കാത്തതായ ഒരു കൽപ്പനയുണ്ടല്ലോ, നിങ്ങളുടെ ഓർമ്മയിൽ കാണുമത്. 13-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവ് പെസഹ ആചരണത്തോട് ബന്ധപ്പെട്ട് തൻ്റെ ശിഷ്യന്മാരുടെ കാലുകളെ കഴുകുകയും ആ അരയിൽ ചുറ്റിയ തുവർത്തുകൊണ്ട് തുടയ്ക്കുകയും ഒക്കെ ചെയ്ത കാര്യം നമുക്ക് ആദ്യ വാക്യങ്ങളിൽ വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിതിൻ്റെ മനോഹരമായ ഒരു മാതൃകയാണ്. നമ്മുടെ കർത്താവ് വിശുദ്ധനായ ദൈവപുരുഷൻ തന്നോടുകൂടി ഇരുന്ന ശിഷ്യന്മാരുടെ കാലുകളെ കഴുകി തോർത്തുകൊണ്ട് തുടച്ച് അവരുടെ ശുദ്ധീകരണം ഉറപ്പാക്കുന്നു എന്നുള്ളത് നമ്മളവിടെ കാണുകയാണ്. അറിയാമെങ്കിലും 14-ാം വാക്യം ഒന്ന് വായിക്കണ്ടേ? 13-ന്റെ-16 ഒന്ന് വായിച്ചേ. അപ്പോൾ വളരെ വ്യക്തമായിട്ട് ഈ കൽപ്പന അവിടെ കർത്താവ് ശിഷ്യന്മാരെ ഭരമേൽപ്പിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. ഇതിൻ്റെ വിശദീകരണം വളരെ സമഗ്രമായി ഞാൻ ഇവിടുത്തെ ബൈബിൾ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി വിശദീകരിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നില്ല. ഈ കൽപ്പന കൃത്യമായി നൽകിയെങ്കിലും അക്ഷരാർത്ഥത്തിൽ ഈ കൽപ്പന അപ്പോസ്തലിക കാലത്ത് അവർ ആചരിച്ചില്ല എന്നുള്ളത് പ്രവൃത്തികളുടെ പുസ്തകത്തിലെ ചരിത്രം വളരെ കൃത്യമായി വെളിപ്പെടുത്തുകയാണ്. മാത്രമല്ല ലേഖനങ്ങളിലെ ഉപദേശം വരുമ്പോൾ ഇത് ആചരിക്കാനുള്ളതായ അനുസരിക്കാനുള്ള കൽപ്പന നൽകപ്പെടുന്നതായിട്ട് നമ്മളവിടെ കാണുന്നില്ല. അതുകൊണ്ട് നമ്മൾ കാൽ കഴുകൽ ശുശ്രൂഷ നടത്താറില്ല. കാരണം അപ്പോസ്തലന്മാർ അങ്ങനെ അക്ഷരീയമായി ആചരിച്ചില്ല എന്നുള്ളത് കൊണ്ട് നമ്മളും അങ്ങനെ ആചരിക്കുന്നില്ല. എന്നാൽ നമുക്കറിയാം ഈ കൽപ്പന അതിൻ്റെ ആത്മീക അർത്ഥത്തിൽ വളരെ കൃത്യമായി അപ്പോസ്തലന്മാർ ആചരിച്ചിരുന്നു. ഒത്തിരി വാക്യങ്ങളുണ്ടെങ്കിൽ ഒരു വാക്യം നമുക്ക് എൻ്റെ മനസ്സിൽ നിന്ന് പകൽ വന്നത് ആ വാക്യമാണ്. അതുകൊണ്ട് ആ വാക്യം ഒന്ന് വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് എത്ര ഭംഗിയായിട്ടാണ് ഈ ശുശ്രൂഷ നിർവഹിച്ചത് എന്നുള്ളത് പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. വായിക്കുന്നതിന് മുമ്പേ 2 വാചകം ഒന്ന് പറഞ്ഞോട്ടെ. ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലം നമുക്ക് അറിയാം. എഫെസോസിൽ നിന്ന് മൂപ്പന്മാരെ വിളിച്ച് വരുത്തി അവർക്കുള്ള സന്ദേശം നൽകുകയാണ്. സഭാമൂപ്പന്മാർക്ക് വേദപുസ്തകത്തിലുള്ള വളരെ കൃത്യമായൊരു പ്രസംഗമാണ് പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ വേദഭാഗം ആ ശുശ്രൂഷ നിർവഹിക്കുന്ന ആളുകളെ ഒത്തിരി സഹായിക്കുവാൻ സാധിക്കുന്നതായൊരു വേദഭാഗമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അവിടെ പൗലോസ് ഈ സഭാമൂപ്പന്മാർക്ക് സന്ദേശം കൊടുക്കുമ്പോൾ അതിൻ്റെ 31-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഈ കൽപ്പനയുടെ എത്രയോ കൃത്യമായ അനുസരണം നമ്മളവിടെ വായിക്കുക. ഞാൻ ഓരോ വാക്കും എടുത്ത് വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. എന്നാൽ ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. വായിക്കുമ്പോൾ ഈ വാചകം മനസ്സിലിരുന്നോട്ടെ. കർത്താവും ഗുരുവുമായി ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു. വായിക്കാം. അതുകൊണ്ട് അപ്പോൾ അവിടെ നാം കാണുന്നൊരു കാര്യം പൗലോസ് ഓർപ്പിക്കുകയാണ്. 3 സംവത്സരം അവരോട് കൂടെയായിരുന്നപ്പോൾ അവിടുത്തെ പുൾപിറ്റിൽ നടത്തിയ പ്രസംഗങ്ങളെക്കുറിച്ചല്ല പൗലോസ് ഇവിടെ പറയുന്നത്. പിന്നെയോ അതിൽ ഓരോ വാക്കുകൾ ഞാനൊന്ന് എടുത്തു പറയുക മാത്രം ചെയ്യാം. രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തന് ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളുവിൻ. എന്തൊരു മനോഹരമായ ശുദ്ധീകരണ ശുശ്രൂഷയാണ് ഈ ദൈവത്തിൻ്റെ ദാസൻ നിർവഹിച്ചതായിട്ട് ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രിയിൽ ഇങ്ങനെ ഓർപ്പിക്കട്ടെ. ഇങ്ങനെ
കൂട്ടു സഹോദരൻ്റെ വിശുദ്ധ ജീവിതത്തിൽ സൂക്ഷ്മതയോടെ പങ്കുവഹിക്കാനുള്ളതായ വലിയ ഉത്തരവാദിത്വം ഉണ്ട്. കണ്ണുനീർ വാർത്തും കൊണ്ട് എന്ന് പൗലോസ് ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. കണ്ണുനീര് കൊണ്ട് കാൽ നനച്ച ഒരു സഹോദരിയെ നമുക്കറിയാമല്ലോ. കർത്താവിൻ്റെ പട്ടണത്തിലെ പാപിനിയായ സ്ത്രീ വന്ന് കണ്ണുനീർ കൊണ്ട് അവൻ്റെ കാൽ നനച്ച് തലമുടി കൊണ്ട് തുവർത്തി. ലൂക്കോസ് സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ ഭാഗത്ത് വിശദമായിട്ട് നമ്മളത് വായിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഇതിലൊക്കെ നമുക്ക് ദൈവം തന്നിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റവും വിശ്വസ്തമായിട്ട് നിർവഹിക്കുന്നു എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്താനായിട്ട് സാധിക്കട്ടെ. അപ്പം അതുകൊണ്ട് ഞാനിതിങ്ങനെ ഊന്നി പറയുമ്പോൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, കൂട്ടു സഹോദരൻ പാപത്തിൽ തുടർന്ന് അതിൻ്റെ ദോഷങ്ങൾ അവൻ അനുഭവിക്കുവാൻ ഇടയായിട്ട് തീർന്നാൽ ഈ ശുശ്രൂഷ നിർവഹിക്കാത്തതാണ് അതിൻ്റെ കാരണമെങ്കിൽ അതിൻ്റെ ഉത്തരവാദികളായിട്ട് ഞാനും നിങ്ങളും തീരും എന്നുള്ളതായ വലിയ സത്യത്തെ തിരിച്ചറിഞ്ഞ് വളരെ കൃത്യമായിട്ടത് നിർവഹിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ ഈ ഉപദേശം നൽകിയിട്ടുള്ള ധാരാളം വാക്യങ്ങളുണ്ട്. അതിൽ ഒരു വാക്യം മാത്രം, അത് നമുക്കറിയാവുന്ന വാക്യമാണ്, നമ്മുടെ ബൈബിൾ പരീക്ഷയുടെ വഴിയിലൊക്കെ മനപ്പാഠം പഠിച്ചിട്ടുള്ള വാക്യവുമാണ്. എങ്കിലും നമുക്ക് ആ വാക്യം ഒന്നങ്ങ് വായിക്കാം എന്ന് കരുതുന്നു. ഗലാത്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. ഗലാത്യർ 6-ന്റെ 1-ാമത്തെ വാക്യം. അപ്പോൾ എന്ത് മനോഹരമായിട്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവ് ശിഷ്യന്മാർക്ക് കൈമാറിയതായ ഈ കൽപ്പനയുടെ പ്രായോഗികമായ പാഠം പൗലോസ് അപ്പോസ്തലൻ ഇവിടെ കൈമാറിക്കൊടുക്കുന്നതായി നമ്മൾ കാണുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പുതിയ നിയമത്തിൽ ഈ സത്യം ഉടനീളം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരൻ്റെ കണ്ണിലെ കരട് നീക്കാനായിട്ട് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം എല്ലാ വിശ്വസ്തതയിലും നിവർത്തിക്കുന്നു എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പ് വരുത്തുവാനായിട്ട് സാധിക്കട്ടെ. ഇതൊത്തിരി വിശദമായിട്ട് നമ്മൾ നേരത്തെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഞാനൊരു 5 കുറിപ്പുകൾ ഓരോ വാചകത്തിൽ പറഞ്ഞ് ഇന്ന് രാത്രിയിലെ ക്ലാസ് അവസാനിപ്പിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. ആദ്യം വിശദീകരിച്ചൊരു കാര്യം 1-ാമത്തെ കുറിപ്പായിട്ട് പറയുകയാണ്. സഹോദരന്മാരും തെറ്റിൽ അകപ്പെടാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കണം. ഞാൻ ആദ്യം ഒത്തിരി വിശദീകരിച്ചതായതുകൊണ്ട് വേറെ ഒന്നും അതിനെക്കുറിച്ച് പറയണം എന്ന് ആഗ്രഹിക്കുന്നില്ല. 2-ാമത്തെ കുറിപ്പ്, തെറ്റിലകപ്പെട്ടവരെ യഥാസ്ഥാനപ്പെടുത്തണം. തെറ്റിലകപ്പെട്ടവർ ആ വഴി പൊക്കോട്ടെ എന്ന് വിചാരിക്കാനായിട്ട് പാടില്ല. അങ്ങനെ വിചാരിക്കുന്ന ഒരു രീതി ദൈവജനത്തിന് നടുവിൽ പലപ്പോഴും കണ്ടുവരാറുണ്ട്. അങ്ങനെ കാണാൻ പാടില്ല. പിന്നെയോ, ഇവിടെ എത്ര വ്യക്തമായിട്ടാണ് ദൈവത്തിൻ്റെ ദാസൻ ഈ ഉത്തരവാദിത്വം കൈമാറുന്നതായിട്ട് നമ്മൾ കാണുന്നത്. തെറ്റിൽ അകപ്പെട്ടവരെ യഥാസ്ഥാനപ്പെടുത്തണം. നമ്മൾ ചിന്തിക്കുന്ന വാക്യത്തിന് പ്രകാരം ചിന്തിച്ചാൽ സഹോദരൻ്റെ കണ്ണിലെ കരട് നീക്കി ക്രമപ്പെടുത്താനായിട്ടുള്ള നമ്മുടെ ഉത്തരവാദിത്വം സ്നേഹത്തോടെ നിർവഹിക്കുവാനായിട്ട് സാധിക്കണം. മൂന്നാമത്തെ കാര്യം, യഥാസ്ഥാനപ്പെടുത്തൽ ശുശ്രൂഷ ആത്മികരാണ് ചെയ്യേണ്ടത്. അപ്പം അത് വളരെ കൃത്യമായി അത് ഓർപ്പിക്കുന്നുണ്ട്. കാരണം ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ എല്ലാവർക്കും ചെയ്യാനായിട്ട് പറ്റി എന്ന് വരികയില്ല. എസക്കേൽ സാർ എഴുതിയ പുസ്തകത്തിൽ
കുരങ്ങ് രോഗത്തിൻ്റെ വിവരം അന്വേഷിക്കുന്ന ഒരു വിശദീകരണം പറയുന്നുണ്ട്. നമ്മൾ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ ഞാൻ ആ പുസ്തകത്തിൽ എടുത്ത് ഇവിടെയും സൂചിപ്പിക്കുവാനിടയായിട്ട് തീർന്നിട്ടുണ്ട്. ചാട്ടത്തിൽ വല്ല പിഴയ്ക്കുകയൊക്കെ ചെയ്ത് ഒരു കുരങ്ങിനൊരു പരിക്ക് പറ്റിയാൽ, ഒരു മുറിവുണ്ടായാൽ വേറെ 10 കുരങ്ങുകൾ വന്ന് രോഗവിവരം അന്വേഷിച്ച് കഴിയുമ്പോൾ മിക്കവാറും ആ മുറിവ് വളരെ ആഴത്തിലായി തീരുമെന്നാണ് സാറിതിൽ വിശദീകരിക്കുന്നത്. എനിക്ക് വേറെ അതിനെക്കുറിച്ചൊന്നും അറിയാൻ പാടില്ല. എസ് സാർ എഴുതിയൊരു കാര്യമായതുകൊണ്ട് ഞാനത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ക്ഷേമമൊക്കെ അന്വേഷിച്ച് പോകുമ്പോൾ ഒരു മാന്തം കൂടെ കൊടുത്തിട്ട് പോകും എന്നാണ് പറയുന്നത്. അപ്പോൾ 10 പേരെ അന്വേഷിച്ച് കഴിയുമ്പോൾ പിന്നെ മിക്കവാറും അത് വല്ലാത്ത അവസ്ഥയിൽ എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവിടെ ദൈവാത്മാവ് വളരെ കൃത്യമായി പറയുകയാണ്, ആത്മികരാണ് ഈ മനോഹരമായ ശുശ്രൂഷ ചെയ്യേണ്ടിയിരിക്കുന്നത്. 4-ാമത്തെ കുറിപ്പ്, സൗമ്യതയുടെ ആത്മാവിലാണ് ഈ ശുശ്രൂഷ ചെയ്യേണ്ടത്. സൗമ്യതയുടെ ആത്മാവിനെ ഇത് വിജയകരമായി നിർവഹിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, എത്ര ഭംഗിയായിട്ടാണ് ഈ സത്യം ഒരു വാക്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയിരിക്കുന്നതായി നമ്മൾ കാണുന്നത്. എന്നിട്ട് ഒടുവിലൊരു സൂക്ഷ്മതാ പാഠം ഈ ശുശ്രൂഷയ്ക്ക് പോകുന്ന ആളുകൾക്ക് നൽകിയിട്ടുണ്ട്. നിങ്ങളത് വായിച്ചപ്പോൾ ശ്രദ്ധിച്ചു കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നീയും പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. ഇതാരാ സൂക്ഷിക്കേണ്ടത്? ആരെ യഥാസ്ഥാനപ്പെടുത്താനായിട്ട് പോകുന്നുവോ ആ വ്യക്തിയും പരീക്ഷയിൽ അകപ്പെടാതിരിക്കാനായിട്ട് സൂക്ഷിക്കണം. ഒരു ഇംഗ്ലീഷ് വേർഷനിൽ ആ വാക്യം വായിക്കുന്നതാണ് എനിക്കതിൻ്റെ അർത്ഥം കൂടുതൽ മനസ്സിലാകുവാനായിട്ട് സഹായകരമായിട്ട് തീർന്നത്. നെക്സ്റ്റ് ടൈം യു മേ ബി ഇൻ ദ സെയിം ഡേഞ്ചർ. നീ നിൻ്റെ സഹോദരൻ്റെ കണ്ണിലെ കരട് മാറ്റാനായിട്ട് പോകുമ്പോൾ വളരെ സൂക്ഷ്മതയോടെ ഓർത്തിരിക്കണം, നാളെ ഈ കരട് നിൻ്റെ കണ്ണിലും വരാൻ സാധ്യതയില്ലാത്തതല്ല. കാരണം ഇതേ താഴ്ചയുള്ള ശരീരത്തിലാണ് നീയും ജീവിക്കുന്നത്. അതുകൊണ്ട് നീയും ഈ കാര്യത്തിൽ തെറ്റിലകപ്പെടാനായിട്ട് സാധ്യതയുള്ള വ്യക്തിയാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് വളരെ താഴ്മയോടു കൂടി, വളരെ സ്നേഹത്തോടു കൂടി ഈ ശുശ്രൂഷ നിർവഹിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഒടുവിൽ ദൈവാത്മാവ് നൽകുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ശുശ്രൂഷ ഏറ്റവും ഫലകരമായി നിർവഹിക്കാം. നമുക്ക് അതിനുള്ള സ്നേഹം ദൈവാത്മാവ് നമുക്ക് തരട്ടെ. നമ്മുടെ ജീവിതത്തിലെ ചില കുറ്റങ്ങളും കുറവുകളും കൂട്ടു സഹോദരന്മാർ സ്നേഹത്തോടു കൂടി ഓർപ്പിക്കുമ്പോൾ അത് സന്തോഷത്തോടു കൂടി സ്വീകരിച്ച് നമുക്ക് പ്രയോജനപ്പെടുത്താനുള്ള വിനയവും ദൈവസന്നിധിയിൽ സൂക്ഷിക്കാനായിട്ട് സാധിക്കട്ടെ. അതുകൊണ്ട് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി നാം ഒരുക്കപ്പെടുന്നതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുറവുകളെ ഒരാൾ ചൂണ്ടിക്കാണിച്ചാൽ പ്രകോപനം തോന്നാൻ ഇടയായി തീരാതെ സന്തോഷത്തോടും നന്ദിയോടും കൂടെ ആ പ്രബോധനത്തിന് വിധേയപ്പെടാനുള്ളതായ ഒരുക്കം ദൈവസന്നിധിയിൽ സൂക്ഷിക്കാനുള്ളതായ വലിയ ആവശ്യകത ദൈവാത്മാവ് ഇവിടെ ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഈ വലിയ ശുശ്രൂഷയുടെ മഹത്വം നമ്മുടെ കർത്താവ് പറഞ്ഞ ഈ ഉപമയിൽ എത്രയോ മനോഹരമായിട്ട് വെളിപ്പെടുത്തുകയാണ്. 5-ാമത്തെ വാക്യത്തിലെ കാര്യം ഞാൻ പറഞ്ഞങ്ങ് നിർത്താം. 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോളൂ. ഒരു വലിയ ഒരുക്കത്തോടു കൂടിയുള്ള ശുശ്രൂഷയാണ് 5-ാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവ് വ്യക്തമാക്കുന്നത്. 5-ാമത്തെ വാക്യം വായിച്ചോളൂ. അപ്പോൾ എത്ര ഭംഗിയായിട്ടാണ് നമ്മുടെ കർത്താവ് ഇത് വ്യക്തമാക്കുന്നത്. കർത്താവ് ഉപമയിൽ വിശദീകരിച്ചിട്ടുള്ളതെല്ലാം പറയുന്ന സത്യം ഏറ്റവും ലളിതമായി ആർക്കും ഉൾക്കൊള്ളാവുന്ന നിലയിൽ വ്യക്തമാക്കേണ്ടതിന് വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ നാം കാണുന്നത് ഒരു വലിയ ഒരുക്കത്തോടെയാണ് ഈ ശുശ്രൂഷ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരുക്കമില്ലാതെ ഒരാൾ ചെയ്യുന്നത് കപടഭക്തിയാണെന്നുള്ളതും നമ്മുടെ കർത്താവ് എത്ര വ്യക്തമായിട്ടാണ് ഈ വാക്യത്തിൽ
വെളിപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അത് ഞാൻ ഓരോ വാചകം പറഞ്ഞ് നിർത്തട്ടെ. മുമ്പേ സ്വന്തം കണ്ണിൽ നിന്ന് കോൽ എടുത്തു കളക. അവിടെ നമുക്ക് നമ്മുടെ ശുദ്ധീകരണം സാധിക്കും. നമുക്ക് നമ്മെ തന്നെ കൂടുതൽ ദൈവസന്നിധിയിൽ വിശുദ്ധിയോടെ കാക്കത്തക്കവണ്ണം അത് കാരണമായിട്ട് തീരും. ആ ശുദ്ധീകരണം സാധിക്കുന്നവർക്കാണ് കൂട്ടു സഹോദരൻ്റെ ശുദ്ധീകരണത്തിൽ പങ്കുവഹിക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇതാർക്കാണ് മനസ്സിലാകാത്തത്? ആർക്കും മനസ്സിലാകും. പിന്നെ സഹോദരൻ്റെ കണ്ണിൽ നിന്ന് കരട് എടുത്തു കളവാൻ വെടിപ്പായി കാണും. അപ്പോൾ നിനക്ക് നിൻ്റെ ശുദ്ധീകരണത്തിലേക്ക് വരാം. മാത്രമല്ല, നിനക്ക് വളരെ ഭംഗിയായി നിൻ്റെ സഹോദരനെ ശുദ്ധീകരണത്തിൽ സഹായിക്കാനായിട്ട് അതുമൂലം നീ ഒരുക്കപ്പെടുവാൻ ഇടയായിട്ട് തീരും. ഞാനിന്ന് പകൽ ഈ വചനത്തിലൂടെ കടന്നു പോയപ്പോൾ ഓർത്തു, നമ്മുടെ കർത്താവ് എന്ത് മനോഹരമായിട്ടാണ് ഈ സത്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് 1-2 വാക്യങ്ങളിലെ കൽപ്പനകൾ നമ്മൾ അതുപോലെ കൃത്യമായി അനുസരിക്കുമ്പോൾ തന്നെ ആ അനുസരണത്തിൻ്റെ പ്രായോഗിക തലത്തിലുള്ളതായ വിശദാംശങ്ങൾ നമുക്ക് മനസ്സിലാകത്തക്കവണ്ണം നമ്മുടെ കർത്താവ് എത്രയോ മനോഹരമായിട്ടിത് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇങ്ങനെ ഞാൻ ഉപസംഹരിക്കട്ടെ. നമുക്ക് വിശുദ്ധിയോടെ ഓരോ ദിവസവും ജീവിക്കാം. വിശുദ്ധ ജീവിതത്തിൽ നമ്മുടെ കൂട്ടുവിശ്വാസികളെ നമുക്ക് സഹായിക്കാൻ നമ്മുടെ കർത്താവ് ഏൽപ്പിച്ചിട്ടുള്ളതായ ഈ വലിയ ശുശ്രൂഷ ഏറ്റവും നന്നായി ഈ നാടുകളിൽ നിർവഹിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. ഞാൻ ഓർത്തു, ഈ 2 കാര്യം കൊണ്ട് വളരെ ഭംഗിയായിട്ട് നമ്മുടെ കുടുംബങ്ങളിലും സഭകളിലും പ്രായോഗികമാകുവാൻ ഇടയായിട്ട് തീർന്നാൽ വിശുദ്ധ ജീവിതത്തിൽ നാം എത്രയോ അധികം ഉയർന്ന നിലവാരത്തിലേക്ക് ഉയർത്തപ്പെടുവാൻ ഇടയായിട്ട് തീരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് നമ്മെ കൊണ്ടുവന്നിരിക്കുന്ന ഈ സ്ഥാനം അതിൽ തന്നെ എത്രയോ മനോഹരമാണ്. ഏത് അശുദ്ധിയുടെ അതിപ്രസരമുള്ള തലമുറയിലും ഈ പ്രമാണത്തെ സൂക്ഷിക്കുന്ന ദൈവമക്കൾക്ക് വിശുദ്ധരായി ജീവിച്ച് സാക്ഷ്യം വഹിക്കുവാനായിട്ട് സാധിക്കും. 1 യോഹന്നാൻ 3:3 പറഞ്ഞ് ഞാൻ അങ്ങ് അവസാനിപ്പിച്ചോട്ടെ. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വലിയ ഉൾക്കാഴ്ച ഏറ്റെടുത്ത് പ്രായോഗികമായി ജീവിച്ച് നമ്മുടെ പ്രാണപ്രിയൻ്റെ വരവിന് വേണ്ടി ഒരുക്കത്തോടെ സാക്ഷ്യം വഹിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.